ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ പാലക്കാട്ട് നമ്മുടെ രമേഷ് പിഷാരടി കളത്തിലിറങ്ങി തോന്നുന്നു. റോഡ് ഷോ ആയിട്ട് കളത്തിലിറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ദൃശ്യമൊക്കെ രമേഷ് പിഷാരടി എന്തൊക്കെ ഉയർത്തി കാണിച്ചാണ് പാലക്കാട്ടെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തി കാണിച്ചാണ് എന്ത് പറഞ്ഞാണ് ജനങ്ങൾക്കിടയിൽ വോട്ട് തേടാൻ ഇറങ്ങുന്നത്? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പാലക്കാടിന്റെ 2 മുഖ്യമന്ത്രിമാരെ കൊടുത്തിട്ടുള്ള ഒരു ജില്ലയാണ് ഈ ജില്ല. എങ്കിലും ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വരുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ ഷാഫി ഭരിക്കുന്ന സമയത്താണ്. അവിടെ തൊട്ട് എല്ലാ കാലത്തും UDF വലിയ പിന്തുണ തരുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണയും ജനങ്ങൾ അതുപോലെ തന്നെ തുടരും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. VK ശ്രീകണ്ഠൻ MP-യും ഈ വാഹനത്തിൽ രമേഷ് പിഷാരടിക്കൊപ്പമുണ്ട്. എത്രത്തോളമുണ്ട് ആത്മവിശ്വാസം? എന്താണ് ഇവിടുത്തെ വിജയ പ്രതീക്ഷകളൊക്കെ? വർഗീയ ശക്തികളുടെ എല്ലാ കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മതേതര മനസ്സാണ് പാലക്കാടെന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് പാലക്കാടിന്റെ പ്രിയപ്പെട്ട പിഷാരടി ഇവിടെ എത്തിയിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് ജനങ്ങളും പ്രവർത്തകരും. വലിയൊരു മുന്നേറ്റമാണ് UDF നടത്തുക. പൂർവാധികം ശക്തിയോടുകൂടി വർഗീയ ശക്തികൾക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിനാണ് പിഷാരടി ഇവിടെ എത്തിയിരിക്കുന്നത്. വൻ വിജയം പാലക്കാട് നേടും. വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ UDF ക്യാമ്പ്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളത്. ക്യാമറാമാൻ രാജീവ് സുധേനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ഓക്കെ, താങ്ക് യു രമേഷ് പിഷാരടി. രമേഷ് പിഷാരടി സംബന്ധിച്ച് അവിടെ പാലക്കാട് ഇപ്പോൾ അവിടുത്തെ ഒരു പിന്നെ BJP NDA സ്ഥാനാർത്ഥിയായിരിക്കും രമേഷ് കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ടി വരിക. ശോഭാ സുരേന്ദ്രനാണ് അവിടെ സ്ഥാനാർത്ഥി. 2016 ശോഭ അവിടെ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 40,000-ത്തിലധികം വോട്ടുകൾ ശോഭ അവിടെ സമാഹരിച്ചിട്ടുണ്ട്. പിയുടെ 2ാം സ്ഥാനത്ത്, NDA അവിടെ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പരമാവധി നിന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പരമാവധി വോട്ട് സമാഹരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് NDA സ്ഥാനാർത്ഥിയായിരിക്കും പാലക്കാട്. ഇടയിൽ ഞാൻ പറഞ്ഞു VK ശ്രീകണ്ഠൻ MP വർഗീയതയ്ക്കെതിരെ പോരാട്ടം എന്ന് പറയുന്നത് തന്നെ അവിടെ ത്രികോണ മത്സരമില്ല. അവിടെ ഡയറക്റ്റ് NDA UDF ഫൈറ്റ് ആണ് അവിടെ ഫൈറ്റ്. ആ ഫൈറ്റിൽ കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്ത് LDF വന്നു. ആയിരുന്നു, അങ്ങനായിരുന്നു. പക്ഷേ ഇക്കുറി അവിടെ ശോഭാ സുരേന്ദ്രനാണ് നിൽക്കുന്നത്. അവിടെ C കൃഷ്ണകുമാർ പോലല്ല. കൃഷ്ണന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ശോഭ നിന്ന സ്ഥലങ്ങളിലൊക്കെ ഏത് മണ്ഡലത്തിനായിക്കോട്ടെ ഒരു ഓറ, എന്താണ്, ഒരു കരിസ്മ ഉണ്ടാക്കാൻ പറ്റുന്ന നേതാവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.